ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു വീഡിയോ ചെയ്യാണ്. ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് ഫാമിലി ആയിട്ടൊരു യാത്ര പോവുകയാണ്. ഊട്ടിയിലേക്കാണ് യാത്ര കേട്ടോ. അപ്പോൾ ആ പോകുന്ന കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഊട്ടിയിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. മുത്താണിയൊക്കെ ഫുള്ള് സെറ്റാണ്. ഛർദിച്ചിട്ടും ഇതായിട്ടും ഒക്കെ ആകെ കുടുങ്ങിയെന്നും. മുത്താണി കുഞ്ഞുണ്ണി ഒന്നും ഛർദിച്ചിട്ടില്ല. പിന്നെ തവു ഛർദിച്ചാണ് കേട്ടോ. തവു അവിടെ സൈഡാണ്, ബാക്കിൽ മുക്കിലുണ്ട്. അപ്പൊ നമ്മള് മുതുമല ടൈഗർ റിസർവിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇവിടുന്ന് നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാൻ നല്ല ചാൻസ് ഉണ്ടാവും. ഇതാ മാന്, എടൊക്കെ മാനൊക്കെ ഇങ്ങോട്ട് കണ്ടോ, മാൻകുട്ടികളെ കണ്ടില്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് കിട്ടിയ സാധനമാണ് ഇട്ടത്. എവിടെ? അപ്പം നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്നത് മസനഗുഡി വഴിയാണ്. മസനഗുഡി വഴി പോകുമ്പോൾ എല്ലാവർക്കും അറിയാലോ, ഭയങ്കര ഭംഗിയാണ്. നമുക്ക് ആ പ്രകൃതി ഭംഗിയൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ മുതുമല ടൈഗർ റിസർവിൻ്റെ ഉള്ളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ വഴി പോകുമ്പോഴുള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ കുറേ മാനുകളെയും അതുപോലെ കാട്ടുപോത്ത്, പിന്നെ കുരങ്ങന്മാർ, മയിലുകൾ, ഒരുപാട് മൃഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെ മൃഗങ്ങളെയാണ് നമുക്ക് കാണുക എന്നുള്ളത് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പം മാനിനെ കണ്ടിട്ടുണ്ട്. പിന്നെ പറ്റുകയാണെന്ന് നമുക്ക് ആനയോ അതുപോലെ മറ്റു കുറേ മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കൂടുതൽ കാണുന്നത്, സുലഭമായിട്ട് കാണുന്നത് മാനുകളെയാണ്. ഇത് സിംഹവാലൻ കുരങ്ങാണ്. ഇത് കുറച്ച് എത്തിയപ്പോൾ കുരങ്ങന്മാരൊക്കെ വണ്ടിമേലേക്കൊക്കെ ചാടി കയറുകയൊക്കെ ചെയ്യണ്ടായി. എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ഈ ഓരോ അനുഭവങ്ങളാണ്. ഓരോ യാത്രകളിലും ഓരോ അനുഭവങ്ങൾ നമുക്കുണ്ടാവും. ഒരുപാട് രസമാണ്. നമുക്കത് കുറേ കഴിയുമ്പോൾ നമുക്കിങ്ങനെ ആലോചിക്കുമ്പോൾ അത് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ അത് ഭയങ്കര ഒരു ഫീല്, രസമാണ്. ഊട്ടിക്ക് ഇവിടെ നിന്ന് 32 കിലോമീറ്റർ കിട്ടോ. മസനഗുഡി വഴി ഊട്ടിക്ക്. മസനഗുഡിക്ക് 6 കിലോമീറ്റർ ആണ്. അപ്പോൾ കാട്ടുപന്നിയാണ് ആ ഓടി പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കാട്ടുപന്നീനെയും കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അവിടെ അടുത്ത് കുരങ്ങന്മാരും മാനുകളൊക്കെ ഉണ്ട്. മാനുകൾ പിന്നെ പറയണ്ടല്ലോ, എപ്പോഴും നമ്മൾ കൂടുതലായിട്ട് കാണുക മാനുകളെ തന്നെയാണ്. മസനഗുഡി വഴി പോകുമ്പോൾ അവിടുത്തെ കാഴ്ചകൾ മാത്രമല്ല, അവിടെ ഒരു മസനഗുഡി ടൗണിൽ നിന്ന് നമുക്ക് ട്രെക്കിങ് പോകാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. അതായത് ആ മസനഗുഡി എത്തിക്കഴിഞ്ഞാൽ അവിടെ കുറേ ജീപ്പുകൾ ഉണ്ടായിരിക്കും, ഓപ്പണായിട്ടുള്ള ജീപ്പുകളുണ്ട്. അപ്പോൾ ജീപ്പിൽ നമുക്ക് കാട്ടിലൂടെയും അതുപോലെ
ഓഫ് റോഡായിട്ടും ഒക്കെ നമുക്ക് യാത്രകൾ പോകാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് അവിടെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് റോഡ് വഴി പോകണമെന്ന് ഒരു താല്പര്യമുണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ അതും ആ വീഡിയോ കൂടി നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും കേട്ടോ. മസനഗുഡി വഴിയുള്ള യാത്ര എന്ന് പറയുമ്പോൾ കാട്ടിലൂടെ പോകുമ്പോൾ വീതി കുറഞ്ഞ റോഡാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് പോവുക, ഓവർ സ്പീഡൊന്നും പറ്റില്ല. യാത്രയിലുടനീളം ഹമ്പുകളൊക്കെ കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ മസനഗുഡിയിൽ നിന്ന് ഒരു ജീപ്പ് റെൻറ്റിനെടുത്ത് നമ്മൾ ട്രെക്കിങ് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഒരു ഓഫ് റോഡാണ്. ഇതൊരു മലയുടെ മുകളിൽ ഒരു നല്ല വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നല്ല ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഓഫ് റോഡ് തന്നെയാണ് ഇത്. അപ്പോൾ ഇവിടെ നിന്ന് വലിയ കുഴപ്പം കാണുന്നില്ല. പക്ഷേ മുകളിലേക്ക് എത്തുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് പേടിയാവുന്ന രീതിയിലൊക്കെയാണ് യാത്രയും കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മൾ അറിയുക തന്നെ വേണം. അത് ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ മഞ്ഞും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊരു കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും യാത്ര ഭയങ്കര കുലുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം വീഡിയോ എത്രത്തോളം നന്നാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്കത് പോയി നോക്കാം. അടിപൊളിയാണ് എന്തായാലും യാത്ര കേട്ടോ, ഒരു രക്ഷയില്ല. വന്നിട്ട് ഈ വ്യൂ പോയിൻ്റിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയോളം ആയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ഭയങ്കര കോടയും അതുപോലെ നമുക്ക് വെയിലൊന്നും ഇവിടെ ഇല്ല കേട്ടോ, വളരെ കുറവാണ്. താഴെയുള്ള കാഴ്ചയൊക്കെയാണ് ആ കാണുന്നത്. എന്തായാലും വളരെ അടിപൊളിയാണ്. നമുക്ക് ഈ ട്രക്കിങ്ങൊക്കെ വരുമ്പോൾ ഈ മലേൻ്റെ മുകളിലേക്കൊക്കെ എന്തായാലും വരണം. അത് നല്ലൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ് അവിടെ കാണാനുള്ളത്. അപ്പോൾ എന്തായാലും നല്ല മനോഹരമാണ്. പിന്നെ ഈ മലേൻ്റെ മുകളിൽ വേറെ പ്രത്യേകം എന്താ വെച്ചാൽ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അമ്പലത്തിലും കയറാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരു സംഭവം, ചെറിയ അമ്പലമാണ്. എന്നാലും അവിടെ ഇപ്പോൾ യാത്രക്കാരൊക്കെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അവിടെ കുറേ ഗ്യാങ്ങായിട്ട് കുറച്ച് ചെക്കന്മാരൊക്കെ ഉണ്ട്. അതുപോലെ ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടും കുറേ ആളുകൾ ഇവിടെ വരുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ മുകളിൽ ഭയങ്കര രസമാണ്. പക്ഷെ നല്ല ശ്രദ്ധിക്കണം, കുറേ കല്ലുകളാണ്, പാറക്കല്ലുകൾ, കൂടുതലും പാറക്കല്ലുകളാണ്.
അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ കണ്ട് കഴിഞ്ഞ് പോരുക കേട്ടോ. നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് വരെ അത്രേ ഉള്ളൂ. ഫോട്ടോ എടുക്കാൻ നല്ല താല്പര്യമുള്ളവർക്ക് എന്തായാലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം നമ്മൾ ട്രക്കിങ്ങിന് വന്നിട്ടുള്ള ജീപ്പാണ് നിൽക്കുന്നത് കേട്ടോ. കുറേ ആളുകൾ വന്നവരൊക്കെ ഒരുവിധ ആളുകളൊക്കെ പോയി. ഇപ്പോൾ ഏകദേശം ലാസ്റ്റ് നമ്മൾ തന്നെയാണ് പോയിരുന്നത്. അപ്പോൾ നമ്മൾ ഇനി തിരിച്ചു പോവുകയാണ്. ഇവിടുന്ന് തിരിച്ചു പോരുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. നമുക്ക് ഈ താഴെ ഉള്ള ഈ ഇറക്കമൊക്കെ ഇറങ്ങി വരുമ്പോൾ ഇയാൾ വണ്ടി ഓഫാക്കിയിട്ടൊക്കെയാണോ ഈ ചങ്ങായിമാരെ ഈ പോകുന്നത്. ഇത് ബ്രേക്ക് കിട്ടുമോന്നാവാം, പടച്ചോനറിയാം. എന്തായാലും ദൈവത്തെ വിളിച്ച് നമ്മൾ വണ്ടിയിൽ ഇരുന്നിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. എന്തായാലും ട്രക്കിങ് ഒരു ഓഫ് റോഡ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാടിനുള്ളിൽ കൂടി തന്നെയുള്ള ഒരു പാതയാണിത്. ഇതിലൂടെ ഒരു യാത്ര കൂടി പോകുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാലോ, ഇത് വളരെ ഒരു ആവശ്യമില്ലാത്തൊരു സംഭവമാണ്. ഇത് നമ്മൾ വെറുതെ ഇവർ പറഞ്ഞ് പൈസ മേടിക്കുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മളടുത്ത് വണ്ടി ഉണ്ടെന്ന് പ്രൈവറ്റ് വണ്ടികൾക്കൊക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ നമ്മളടുത്ത് വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാഴ്ചകളൊക്കെ നമുക്ക് നമ്മളെ സ്വന്തം വണ്ടി കൊണ്ട് നമുക്ക് വന്ന് കാണാം. വെറുതെ റെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഓഫ് റോഡിൻ്റെ ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ അത് പെർമിറ്റുള്ള വണ്ടികൾക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഭാഗത്തേക്ക് പ്രൈവറ്റ് വണ്ടികൾക്കും ഒക്കെ പോകാൻ പറ്റും. ഇവിടെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു റൂട്ട് വരുന്നത്. അപ്പോൾ ഇത് കൂടി നമുക്ക് നമ്മളെ വണ്ടി കൊണ്ട് തന്നെ പോകാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കുക. ഓഫ് റോഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് പോവുക. പക്ഷേ ഈ ഒരു സംഭവം ശ്രദ്ധിക്കുക. കുഴപ്പമില്ല, പിന്നെ പോയിച്ചിട്ട് കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ അതല്ല, നമുക്ക് വലിയ കാര്യമില്ല. നമ്മളെ സ്വന്തം വണ്ടി കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റും. ഒരു കുഞ്ഞ് മാൻകുട്ടീനെ കാണാൻ പറ്റി. അത് നല്ല രസമുണ്ട് കേട്ടോ, കാണാൻ ക്യൂട്ടാണ്. Missed the morning glaze, but the sunlight hits in so many ways. Grab my shades and hit the streets, no plan. Chasing vibes like seashells in the sand. Radio hums a tune I can't name. Crooked smiles, crashing waves, no shame. Flip my phone, toss it in my bag. Today's for us, no time. അപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ട്രക്കിങ് തുടങ്ങിയ ഒരു ഭാഗത്തേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ യാത്രകൾ വീഡിയോ കാണാനുണ്ട്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ കൂടെ കൂടുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ബൈ. City streams we find. Let's write a new story, leave the old behind.